കുട്ടികളെ ഡിസേബിൾഡ് ആക്കുന്ന ടീച്ചർമാരെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോംവർക്ക് എന്താണെന്നുള്ളത് ടീച്ചർമാർ ക്ലാസ്സിൽ നിന്ന് പറയൂല. എന്നാൽ പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അത് ഓർക്കാൻ പറ്റൂല എന്നുള്ളത് നേരത്തെ തന്നെ ടീച്ചർമാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ ഹോംവർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ടീച്ചർമാരുടെ പാരൻസിൻ്റെ ഗ്രൂപ്പ് നോക്കണം. ഗ്രൂപ്പിലൂടെ കുട്ടിക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിലെ ഇൻഫർമേഷൻസ് എത്രത്തോളം ഓർത്ത് വെക്കണം, വീട്ടിലെത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, ആ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ആ ഒരു കണക്ഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിപ്പം മറന്നുപോയി കഴിഞ്ഞാൽ നാളെ ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു സംഗതി. കുട്ടികൾ ഉണ്ടാവേണ്ട ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി, കൺസേൺ, ഇങ്ങനെ ഒരുപാട് സ്കില്ലുകളാണ് ഇങ്ങനെ നമ്മൾ ഹോംവർക്ക് മൊബൈലിലൂടെ നഷ്ടപ്പെടുന്നു. ഒരു പരമാവധി നമ്മൾ കുട്ടികൾ ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്, ഈ ഗാഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവരുടെ സ്വയം മെമ്മറി കഴിവുകൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് സ്കൂളിൻ്റെ സിസ്റ്റം മാറണം. ചിലപ്പോൾ നമുക്ക് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കായിരിക്കും. 1-ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ ഇത്തരം ഹോംവർക്കുകൾ ഇതിലൂടെ കൊടുക്കുന്നത് അവർക്ക് ഓർത്തെടുക്കാനും മെമ്മറൈസ് ചെയ്യാനും റെസ്പോൺസിബിൾ ആവാനുള്ള അവരുടെ തുടക്കത്തിലുള്ള കഴിവിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധ്യാപകനായിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.